ADS അസോസിയേറ്റ്സിന്റെ പുതിയ പ്രോജക്റ്റാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കൃഷ്ണകുമാർ മായ ദമ്പതികളുടെ വീടായതിനാൽ മായ കൃഷ്ണ എന്നാണ് ഈ വീടിന്റെ പേര് നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടറിഞ്ഞാലോ. വാ. അപ്പോൾ ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ADS അസോസിയേറ്റ്സിന്റെ CEO ആയിട്ടുള്ള നവാസ് സാറിനോട് തന്നെ ചോദിക്കാം. ഇങ്ങോട്ട് കയറി വന്നപ്പം തന്നെ ആദ്യം അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ മുറ്റം തന്നെയാണ്. ഇത്രയും വിശാലമായിട്ടുള്ള മുറ്റം കൊടുക്കാനുള്ള റീസൺ എന്തായിരുന്നു? അത് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ് ഇപ്പോൾ കൃഷ്ണകുമാർ സാർ ഇൻഷിൽ വന്ന സമയത്ത് തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അവർക്ക് വിശാലമായൊരു മുറ്റം വേണം, പിന്നെ സിംഗിൾ സ്റ്റോറി മതി, ഒരു നില വീട് മതി, 3 ബെഡ്റൂമുള്ളൊരു വീട് മതി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം മതി എന്ന് ഇൻഷ്യലി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അത് പിന്നെ ഡിസൈനിൽ ഞങ്ങളത് മോട്ടറൈസ്ഡ് ഗേറ്റും അതേപടി ലാൻഡ്സ്കേപ്പ് എലമെൻറ്റ്സ്, ഒത്തിരി സെക്സി പിങ്ക്, കലാത്തിയ, അതുപോലെ ഹെലിക്കോണിയ എല്ലാ വേരിയൻസും, ഹെലിക്കോണിയയുടെ എല്ലാ വേരിയൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എക്സ്റ്റീരിയർ എല്ലാം പേവർ സ്റ്റോൺസ്, കോബിൾ സ്റ്റോൺസ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ആദ്യമേ നമ്മൾ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വെല്ല് ഇവിടെ ഉണ്ടായിരുന്നു, അത് റീറ്റെയിൻ ചെയ്യണം. അപ്പം ഇപ്പോൾ പൊതുവേ നമ്മുടെ സിറ്റിക്കകത്ത് കോർപ്പറേഷൻ വാട്ടറാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കിണർ വെള്ളം തന്നെ യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അത് വൃത്തിയാക്കി പമ്പെല്ലാം വെച്ച് നമ്മൾ ഈ വെള്ളം തന്നെയാണ് ഇവിടുത്തെ മെയിൻ വാട്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. ഫിൽട്രേഷൻ യൂണിറ്റ് എല്ലാം അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മുറ്റത്ത് എത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ഏകദേശം ഇപ്പം എങ്ങനെ പോയാലും ഒരു സൈഡ് ഇപ്പോൾ ഇത്രയും ടോട്ടൽ ഒരു അറൗണ്ട് 8 മീറ്റേഴ്സ് വിഡ്ത്ത് ഉണ്ടാവും. അതിൻ്റെ ഒരു ഹാഫ് ഏരിയ നമുക്ക് കംപ്ലീറ്റ് പാർക്ക് ചെയ്യാൻ, ഒരു 6 വണ്ടി എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം, അതിൽ കൂടുതൽ പാർക്ക് ചെയ്യാം. പക്ഷെ 6 വണ്ടി വളരെ കംഫർട്ടബിൾ ആയിട്ട് പാർക്ക് ചെയ്ത് ഈ വീട്ടിലൊരു ഫംഗ്ഷൻ വന്നാൽ പോലും ഈ മുറ്റത്ത് ഗംഭീരമായിട്ട് നമുക്കൊരു ഫംഗ്ഷനും സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറിയാലോ? തീർച്ചയായും. ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചേ. സാധാരണ ഒരു വീട്ടിലും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഈ സ്റ്റെപ്പിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡിസൈൻ. കാരണം ഈ 2 സ്റ്റെപ്പിനെ അപേക്ഷിച്ചിട്ട് ആദ്യത്തെ സ്റ്റെപ്പിന് ഇത്രയും വീതി കൊടുക്കാനുള്ള കാരണം എന്തായിരുന്നു? അല്ല, അത് മെയിൻലി അത് കംഫർട്ട് തന്നെയാണ്. നമ്മളിപ്പം പുറമേ നിന്ന് വരുന്ന ഒരാൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്പോൾ നോർമലി 1 ഫീറ്റേ ഉണ്ടാവുള്ളൂ, ഇത് മോർ ദാൻ 3 ഫീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിന്ന് നമുക്ക് വീട്ടിനകത്തേക്ക് വരാം. അത് പ്രായമായ ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഇവിടെ പിന്നെ നമ്മളത് ഡിസൈൻ എലമെന്റ് ആയിട്ട് അത് ഗ്രാനൈറ്റ് ചെയ്ത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ചെമ്പകത്തിന്റെ ഏരിയയും കൂടി ആയിട്ട് കൺവേർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണക്ട് ആയിട്ടുണ്ട്. അത് അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇത്രയും ഡീറ്റെയിലും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന്റെ അകത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായില്ലേ? നമുക്ക് അകത്തോട്ടൊന്ന് പോയി കണ്ടാലോ സർ? പുറത്ത് പറഞ്ഞ പോലെ തന്നെയാണ് അകത്ത് കയറിയപ്പോൾ ശരിക്കും ഇതൊരു ഒറ്റ നില വീടാണെന്ന് ഫീൽ ചെയ്യത്തേയില്ല. അത്ര മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, സാധാരണ ഒറ്റ നില വീടിന് ആക്ച്വലി ഇത്രയും ഹൈറ്റ് വരാറുണ്ടോ? അതോ സാധാരണ ഒറ്റനില വീടിന് ഇത്രയും ഹൈറ്റ് വരാറില്ല. സാധാരണ 3 മീറ്റർ ഹൈറ്റാണ് ഒറ്റനില വീടുകൾക്ക് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആകെ ഒരു നില മാത്രം ഉള്ളതുകൊണ്ട് 360 ആണ് ഹൈറ്റ് കൊടുത്തേക്കുന്നത്. 3.6 മീറ്റർ ആണ് റൂഫ് ഹൈറ്റ്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് സെൻട്രലൈസ്ഡ് AC കൊടുക്കാം. AC യുടെ ഇൻഡോർ യൂണിറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഈ പറയുന്ന പോലെ 11 അടി നമുക്ക് കിട്ടും, അല്ലെങ്കിൽ 3.3 മീറ്റേഴ്സ് ക്ലിയർ സ്പേസ് കിട്ടും. പിന്നെ ആകെ ഒരു നിലയല്ലേ ഉള്ളൂ വീട്, അത്രയും വലിപ്പവും വോളിയവും കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത്രയും ഹൈറ്റ് കൂടുന്തോറും ഇതിന്റെ ചൂട് കമ്പാരിറ്റീവ്ലി കുറയും. അതേപോലെ തന്നെയാണ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറച്ച് കൂടും. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലോട്ട് പോവാം. അവിടെ മനോഹരമായിട്ടുള്ള ഒരു വിൻഡോ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എന്ത് ടൈപ്പ് വുഡാണ്? ഇത് ആക്ച്വലി വുഡല്ല, ഇത് അലുമിനിയം വിൻഡോയാണ്. ഫെനസ്റ്റ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ അലുമിനിയം 3 ട്രാക്ക് വിൻഡോയാണ്. അതിലൊരു മൊസ്കിറ്റോ നെറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോക്കിംഗ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഇത് മൊസ്കിറ്റോയാണ്, അതെ, മൊസ്കിറ്റോ നെറ്റാണ്. അപ്പൊ ഞാൻ വേറൊരു
കാര്യം ചോദിക്കട്ടെ, ഇതിലിപ്പോ ഒരു സാധാരണ നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് എന്തായാലും ഇങ്ങനെ ഒരു സ്പേസ് വരുമ്പോൾ ഒരു ഗ്രില്ല് എന്തെങ്കിലും കൊടുക്കും. ഇതിപ്പോ ഗ്ലാസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ എത്രത്തോളം സേഫ് ആണ് ഈ ഒരു ഗ്ലാസ്? സേഫ്റ്റി ഇപ്പോൾ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് പറയുന്നത് ഇൻട്രൂഷൻ സിസ്റ്റംസും അതുപോലെ സർവേലൻസ് ക്യാമറ ഇങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്ത് പോകുന്നത്. നേരത്തെ ചെയ്തു പോകുന്ന രീതിയിലുള്ള ഗ്രില്ല് ഇത്രയും വലിയ വിൻഡോസിന് കൊടുത്ത് ഇതിൻ്റെ ആ ഒരു എസ്തെറ്റിക്സ് നശിപ്പിക്കാറില്ല. പിന്നെ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സേഫ്റ്റി എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഒരു തരം മൈൻഡ് സെറ്റാണ്. അത് ചിലർക്ക് കംഫർട്ടബിൾ ആയിരിക്കും, ചിലർക്ക് ഈ പറയുന്ന മാതിരി അയ്യോ അത് എങ്ങനെയാ ഗ്രില്ലില്ലാതെ എന്നുള്ളതാണ്. അപ്പം ലോങ് റൺ ഇങ്ങനെ ജനറലി നമ്മൾ ചെയ്തു പോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒട്ടും സാറ്റിസ്ഫാക്ടറി അല്ല, ഗ്രില്ല് വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലാണെങ്കിലും ഗ്രില്ല് ഇതിൽ ആഡ് ഓൺ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഈ ഗ്ലാസ് പെട്ടെന്ന് പൊട്ടുന്നതല്ല? അല്ല, ഗ്ലാസ് ടഫൻ ഗ്ലാസ് ആണ്, എല്ലാം ടഫൻ ചെയ്ത 12mm ഗ്ലാസ് ആണ് ഇട്ടേക്കുന്നത്. അത് ലാമിനേഷൻ ഗ്ലാസ്സും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൺസ് ഇത് ബ്രേക്ക് ആയാലും അവിടെ തന്നെ നിൽക്കും, താഴെ വന്ന് വീഴത്തില്ല, അങ്ങനെ ഓപ്പൺ ആയി പോകത്തില്ല. ഇങ്ങനെ വരുമ്പോൾ തന്നെ അത്രയും വെളിച്ചം വീടിന്റെ ഉള്ളിൽ അത്രത്തോളം വെളിച്ചം വീടിനകത്തോട്ട് കിട്ടും. നമുക്ക് അതുപോലെ തന്നെ എയറും കെയറും. ഇത് ഈ ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടതിന് ശേഷം മൊസ്കിറ്റോ നെറ്റ് അടച്ചു വെച്ചാൽ മതി. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നവർക്കായിരുന്നാലും പുറത്തോട്ട് നല്ലൊരു വ്യൂ കിട്ടുമല്ലേ? കറക്റ്റ്, അതെ. ഇതാണ് ഡൈനിങ് സ്പേസ് ഇവിടുത്തെ. ഇത് മെയിനായിട്ട് ഒരു 6 സീറ്റർ ഡൈനിങ് ആയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. അതിൽ ടീക്ക് വുഡിലാണ് ഈ ഒരു ടേബിളിന്റെ ഫ്രെയിംസ് ഒക്കെ ചെയ്തേക്കുന്നത്. ഇതെന്ത് മെറ്റീരിയലാണ് വരുന്നത്? നല്ല കട്ടിയുണ്ട്. ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് കോഡ്സ് ആണ്. ഈ കോഡ്സ് വെച്ചിട്ടാണ് ഈ ടോപ്പ് ചെയ്തേക്കുന്നത്. ഇതൊരു കസ്റ്റമൈസ്ഡ് 6 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ്. വുഡൻ ഫ്രെയിം, ടീക്ക് വുഡൻ ഫ്രെയിമിന് മുകളിൽ കോഡ്സിന്റെ കൗണ്ടർ ടോപ്പ് ചെയ്തേക്കുന്നതാണ്. ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഡൈനിങ് ടേബിളിൽ. നമുക്ക് ഇത് ഡ്യൂറബിൾ ആയിരിക്കും. അതുപോലെ ലിവിങ്ങും ഡൈനിങ്ങും കൂടി സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടാണ്. TV യൂണിറ്റ് കം ഡെക്കർ, വോൾ ഡെക്കർ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഈ 2 സൈഡിലും ഇരുന്ന് കാണണം, അല്ലെങ്കിൽ കിച്ചണിൽ നിൽക്കുമ്പോഴും മാഡത്തിന് കാണണം എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ 2 സൈഡിൽ നിന്ന് കാണാം. അതുപോലെ ഇത് ആണ് ഡൈനിങ് വാഷ് കൗണ്ടർ കം ക്രോക്കറി ഷെൽഫാണ് ചെയ്തേക്കുന്നത്. അതിൽ ഈ അലുമിനിയം പ്രൊഫൈൽ ഷട്ടേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇതിനകത്ത്. ഇത് ഷട്ടർ വിത്ത് ഗ്ലാസ്. അതുപോലെ ഈ അഡ്ജസ്റ്റബിൾ ടൈപ്പ് തട്ടുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് ഹൈറ്റിൽ വേണം നമ്മുടെ ക്യൂരിയസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് മേളിലോട്ട് താഴെ ഉള്ളിൽ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ്ങിനോട് കണക്ട് ചെയ്ത് തന്നെ ഈ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനിഷ്യൽ ഡിസൈൻ ചെയ്ത സമയത്ത് 3 ബെഡ്റൂംസും ഒരു നോർമൽ കിച്ചണും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ നോർമൽ കിച്ചൺ കൊടുത്ത് വോള് കൺസ്ട്രക്ട് ചെയ്ത് ഇവിടുന്ന് ഡോറ് കൊടുക്കുന്ന രീതിയിലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ഡൈനിങ് സ്പേസും തമ്മിൽ ഒരുപാട് അടഞ്ഞു പോവുകയും ഈ ഒരു ഏരിയ ഒരു കോറിഡോർ പോലെ ഫീൽ ആവുകയും ചെയ്യും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ കിച്ചൺ എന്നുള്ളൊരു കൺസെപ്റ്റ് സജസ്റ്റ് ചെയ്യും. അത് ക്ലയൻറ്റും അപ്രൂവ് ചെയ്തു. സോ ഇതിന് ഫൈനലി ഒരു ഓപ്പൺ കിച്ചണായിട്ട് കൺവേർട്ട് ചെയ്തു. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് തന്നെ ആ കൗണ്ടറിലേക്ക് സെർവ് ചെയ്യാൻ പറ്റും. ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അതേ ഹൈറ്റ് തന്നെയാണ് ഈ സെപ്പറേഷൻ വോളിൻ്റെ കൗണ്ടറിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഇതിനകത്ത് കിട്ടും. ക്ലയൻറ്റിന് ഒരുപാട് സ്റ്റോറേജ് വേണമെന്ന് മായ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഡൈനിങ്ങും ഓപ്പൺ കിച്ചണും ഇത്രയും അഡ്ജസൻ്റ് ആയതുകൊണ്ട് ഡൈനിങ്ങിൻ്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തേക്കുന്ന കോഡ്സ് തന്നെയാണ് ഈ കിച്ചൻ്റെയും കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു യൂണിഫോം ആയിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇത് കൗണ്ടർ ടോപ്പ് കൊടുക്കാനായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് മെറ്റീരിയലാണ് ഈ കോഡ്സ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണോ കാസ്റ്റ് ചെയ്യാം, മോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ് നമുക്ക് കാണിക്കാം. ഈ രീതിയിൽ മോൾഡ് ചെയ്ത് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്റീരിയർ തീമിനനുസരിച്ച് നമുക്കത് തീം സെറ്റ് ചെയ്യുമ്പോൾ ഏത് കളർ വേണോ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒത്തിരി ചോയ്സും ഈ കോഡ്സിലുണ്ട്. നമ്മുടെ മെയിൻ കിച്ചണിൽ നിന്ന് നമ്മൾ പിന്നെ അകത്തോട്ട് കയറുന്നത് വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കബോർഡ് സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു അമ്മി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലേ, ഇത് സ്ക്രാച്ച് വരുമോ ഇതിവിടെ വെക്കുന്നത്? അത് ശരിക്കും ഇതിന്റെ ഗ്രാനൈറ്റിന്റെ പുറത്തായതുകൊണ്ട് ഇവിടെ ഒരു ടോപ്പ് ഒരു പാഡ് കൊടുത്തിട്ട് അത് പ്ലേസ് ചെയ്യണം. ഈ ഒരു സ്പേസ് എന്തിനാണ് ആക്ച്വലി ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കാൻ കാര്യം? ഇത് റോളിംഗ് ഷട്ടർ കൊടുത്തിട്ട് നമ്മുടെ മിക്സി എല്ലാം ഇതിന്റെ ഉള്ളിലാണ് വെക്കുന്നത്. ഉള്ളിലാണ്, അതെ അതെ അതെ. അപ്പോൾ ഇതിന്റെ ഉള്ളിലാണ് മിക്സി എല്ലാം ഇതിലാണ്. അതിന്റെ പവർ പോയിന്റ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു ടേബിൾ ടോപ്പിൽ
ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് ഇടാതെ തിരിച്ച് ഇതിന്റെ ഉള്ളിൽ തന്നെ എടുത്തങ്ങ് വെക്കാം. അപ്പൊ ഇത്രയും അങ്ങ് ഒതുങ്ങിയിരിക്കും അല്ലേ? അതെ. ഓക്കെ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ മറ്റേ എന്താണ് വെജിറ്റബിൾസ്, ഓണിയൻ. ഇത് ആക്ച്വലി ഇത് വിക്കർ ബാസ്ക്കറ്റ്സ് ആണ്. വിക്കർ ബാസ്ക്കറ്റ്സ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോ പുറമെ വെക്കുന്ന കിച്ചണിലെ സാധനങ്ങളുണ്ടല്ലോ, ലൈക്ക് ഒനിയൻ, പൊട്ടറ്റോ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു എയർ സ്പേസ് വേണമെന്നുള്ളതുകൊണ്ട് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും. ശരിക്കും കിച്ചൺ വർക്ക് ഏരിയ അതുപോലെ സിങ്ക് എല്ലാം വരുന്ന പോർഷനിൽ നമ്മൾ മെയിനായിട്ട് ചെയ്തേക്കുന്നത് മൾട്ടി വുഡ് വെച്ചിട്ടാണ്. അപ്പം മൾട്ടി വുഡ് ആകുമ്പോൾ ഈ ഡാമ്പിന്റെ ഈർപ്പം ഉണ്ടാവുന്നത് അത് വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല, അത് പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്കൊരു കോമ്പിനേഷൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് മൾട്ടിവുഡ് വിത്ത് മറൈൻ പ്ലൈ വെച്ചിട്ടാണ് ഈ ഷട്ടേഴ്സ് ഒക്കെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അതിൽ ഈ ഒരു പ്രൊഫൈൽ പ്രൊഫൈൽസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതെല്ലാം ലാമിനേറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത്, ഇത് ലാമിനേറ്റ് ആണ്, 1 mm ലാമിനേറ്റ് ആണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു മെറ്റീരിയൽ തന്നെയാണോ മേളിൽ കൊടുത്തിരിക്കുന്നത്? അത് ലോഫ്റ്റ് ആണ്, ലോഫ്റ്റ് സ്റ്റോറേജ് സെയിം ലാമിനേറ്റ് തന്നെയാണ്. അത് ടീക്വുഡിന്റെ ഫിനിഷിലുള്ള ഒരു ലാമിനേറ്റ് ലോഫ്റ്റ് യൂണിറ്റിനായിട്ട് ഇന്റീരിയറിന്റെ തീം അനുസരിച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ വർക്ക് ഏരിയന്ന് പിന്നെ വരുന്നത് ഈ ഒരു ലോണ്ടറി ഏരിയയിലോട്ടാണ് അല്ലേ? ഈ ഒരു വാഷിംഗ് മെഷീൻ വരുമ്പോൾ ഈ ഒരു സ്പേസ് കൊടുക്കുമ്പോൾ തന്നെ ഇത്രയും ഉള്ളിലോട്ട് കയറുമ്പോൾ അതെ ആ സ്പേസ് കറക്റ്റ് ആയിട്ട് ആ വാർഡ്രോബിനകത്ത് തന്നെ നിൽക്കും, വെളിയിലോട്ട് പ്രൊജക്ട് ചെയ്ത് വരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. അത് മാത്രമല്ല ഈ ഒരു ലോങ് സ്പേസ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? ഇത് നമ്മുടെ വീടിന്റെ ക്ലീനിങ് മെറ്റീരിയൽസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്പേസ്. ക്ലീനിങ് മെറ്റീരിയൽ ഉദ്ദേശിക്കുന്നത് ബ്രൂംസും അതുപോലെ ലോങ് ബ്രഷ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെർട്ടിക്കലായിട്ട് തന്നെ വെക്കാം. പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു സ്പേസ് സാധാരണ കാണാറില്ല. അപ്പൊ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്താൽ വേറെ എങ്ങും ഇതെടുത്ത് വെക്കണ്ട, ആ എല്ലാ യൂണിറ്റ്സും ഇതിന്റെ ഉള്ളിൽ വെച്ച് അടച്ചങ്ങ് വെക്കാം. പിന്നെ ഈ ലോണ്ടറി റൂമിൽ നിന്ന് കണക്ട് ചെയ്ത് ഒരു യൂട്ടിലിറ്റി സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് അയണിങ് സ്പേസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. അതുപോലെ മാഡത്തിനൊരു തയ്യൽ മെഷീൻ അത് യൂസ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ കിച്ചൺ ഏരിയന്ന് ഈ ഒരു സ്പേസ് ആണ് ഇനി നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു സ്പേസിൽ ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? ഇതെന്തിനാ വെച്ചിരിക്കുന്നത്? ഈ ഒരു സ്പേസ് ഈ ഒരു നമ്മുടെ കണക്റ്റിംഗ് സ്പേസ് ആണ് ബെഡ്റൂമിലേക്കുള്ള. ഇവിടെ നമുക്കിതൊരു വെറുതെ കൊടുത്തേക്കുന്ന ഒരു സ്പേസ് അല്ല. ഇത് ആക്ച്വലി ഇതിന്റെ ഉള്ളില് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡൊക്കെ ഇതിന്റെ ഉള്ളിലാണ്. അതെല്ലാം ഇങ്ങനെ ഹൈഡ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഇത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻ കണ്ടായിരുന്നു, ഇതാണ് എവിടെ മേളിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൺലൈറ്റ് വരുമ്പോൾ ഇതിന്റെ കറക്റ്റ് ഡിസൈൻ താഴെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അതിന്റെ ഒരു ലൈറ്റിന്റെ റിഫ്ലക്ഷൻ നമുക്ക് ഈ ഫ്ലോറിലും വോളിലും ആയിട്ട് ഡേ ടു ഈവനിങ് നമുക്ക് കിട്ടും. ഈ ഒരു വീടിന് തന്നെ സൂര്യൻ ഈ ഒരു രീതിക്കാണ് മൂവ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ട് ഈ ഡിസൈനും ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നത്. ഈ കാണുന്ന ഈ ഒരു പാത്ത് കണ്ടോ, ഈ പാത്താണ് ആക്ച്വലി ഈ വീടിന്റെ 3 ബെഡ്റൂമിലോട്ടും പോകുന്ന ഒരു പാത്ത്. ഇനി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമുക്ക് പോയാലോ? വാ. ഇതാണ് വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം. ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു കിങ് സൈസ് ബെഡാണ് ചെയ്തേക്കുന്നത്. അതുപോലെ സൈഡ് ടേബിള്, ഹെഡ് ബോർഡും അതിൻ്റെ കൂടെ വിനീർ വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തത്. പിന്നെ ഒരു പാറ്റേൺ എപ്പോക്സി ചെയ്ത ഒരു പാറ്റേൺ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ 2 ബെഡ്റൂമിൽ നിന്നും കണക്ട് ചെയ്ത് വരുന്ന ഒരു ഏരിയ ആണ്. അത് കുറച്ച് ലാൻഡ്സ്കേപ്പ് എലമെന്റ് എല്ലാം കൊടുത്ത് ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ടി വി യൂണിറ്റ് ആണ്. അതൊരു ടി വി യൂണിറ്റ് കം ഡ്രസ് ഏരിയ. അതിന് ഡ്രസ്സിങ്ങിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു മിറർ സ്പേസ് ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അല്ലാതെ ഡ്രസ്സിംഗ് കബോർഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതാണ് വാഷ്റൂമാണ്. വാഷ്റൂമിലേക്ക് ഇങ്ങോട്ടാണ് പോകുന്നത്. വാഷ്റൂമിൽ നിന്ന് ഡയറക്റ്റ് ഡ്രസ്സിംഗ് വാർഡ്രോബിലേക്ക് വന്നിട്ട് ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു റൂമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്പേസ് തന്നെയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു സാധാരണ നമ്മള് വീട്ടില് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എല്ലാരും വന്ന് ബെഡിലങ്ങ് കയറി കിടക്കും. ആക്ച്വലി ഏറ്റവും നല്ലത് ഈ ഒരു സ്പേസ് തന്നെയാണ്. ഈ ഒരു സ്പേസ് എല്ലാ വീട്ടിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു സ്പേസ് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക. ഈ ഒരു സ്പേസിലായിരുന്നാൽ പോലും ഒരാൾക്ക് വിശാലമായിട്ട് കിടക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും വരുവാണെങ്കിലും
ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ റൂമിലും തന്നെ തറയിൽ കിടത്താതെ നമുക്ക് ഇവിടെ കിടത്താൻ പറ്റും. അതുപോലെ ഈ ഒരു സ്പേസിലാണ് കബോർഡ്സ് എല്ലാം കൊടുത്തേക്കുന്നത്. ഇത് സ്ലൈഡിംഗ് വാർഡ്രോബ്സ് ആണ്. സ്ലൈഡിംഗ് വാർഡ്രോബ് വിത്ത് ഡ്രോവേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ലോഫ്റ്റും ചെയ്തിട്ടുണ്ട്. ഇതും നമ്മൾ ബാക്കി ബെഡ്റൂമുകളിൽ ചെയ്ത മാതിരി മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ഒരു ഡ്രസ്സിംഗ് സ്പേസും ഡ്രോവേഴ്സും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മായാകൃഷ്ണയിലെ കൃഷ്ണ സാറ്. സാർ, സാറിന്റെ മനസ്സിലുണ്ടായിരുന്ന അതുപോലെ തന്നെ ഈ വീട് വന്നിട്ടുണ്ടോ? ഈ വീട് അതുപോലെയാണ്. എൻ്റെ വൈഫിൻ്റെ കൺസെപ്റ്റിലുള്ള വീടാണ് ഇത്. അപ്പം ആ വൈഫിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇതാണ് ചെയ്തത്. എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലൊരു നീളം വരാന്ത വേണം. അതുകൊണ്ട് ആ വരാന്ത എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഐഡിയയും എൻ്റെ വൈഫിൻ്റെ ഐഡിയയാണ്. ആ ഒരു മുറ്റം ആരുടെ ഐഡിയ ആയിരുന്നു? മുറ്റം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഐഡിയ ആയിരുന്നു. ഞങ്ങൾക്ക് ഒരു കൺജസ്റ്റഡ് വീട് ഇഷ്ടമില്ല. എപ്പോഴും ഞങ്ങൾ ഇപ്പോഴും താമസിക്കുന്ന വീട്ടിലാണെങ്കിലും നിറച്ച് മുറ്റമുള്ള വീടാണ് നമുക്ക് ഇഷ്ടം. ഒരു ഓപ്പൺ സ്പേസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ആ മുറ്റം എന്നുള്ള കൺസെപ്റ്റ്. എങ്ങനെയാണ് ഈ ADS അസോസിയേറ്റ്സിൽ തന്നെ എത്തിപ്പെട്ടത്? ADS അസോസിയേറ്റിൻ്റെ മുൻപ് ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം ഞാൻ കണ്ടു. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ വർക്കുകളൊക്കെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഞാൻ ADSനെ സമീപിച്ചത്. നിങ്ങളൊരു സമയം പറഞ്ഞിരുന്നോ, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഈ ഒരു വീട്? അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളൊരു പ്ലോട്ട് ആദ്യം നോക്കി, പ്ലോട്ട് പല സ്ഥലത്തും നോക്കി. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഈ പ്ലോട്ട് ഇഷ്ടപ്പെട്ടു. പ്ലോട്ട് മേടിച്ചതിന് ശേഷം സാറിനെ വിളിച്ചു, നവാസ് സാറിനെ വിളിച്ചു. ഇങ്ങോട്ട് സാറ് ലൊക്കേഷനിൽ വന്നു ഒരു വീട് വെക്കണം എന്നുള്ളത് മാത്രമേ പറഞ്ഞു. ഇത്ര സമയമൊന്നും പറഞ്ഞിട്ടില്ല. ഒറ്റ നില മതി എന്ന ആ ഒരു കൺസെപ്റ്റ് സാറപ്പോഴ് ഡബിൾ സ്റ്റോറിയുടെ ഒക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ വൈഫിനും ഒറ്റ നില മതി എന്നുള്ളതാണ്. ആ ഒരു കൺസെപ്റ്റിലാണ് ഈ വീട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ച വീട് തന്നെയാണോ? ഇത് മകന്റെ പേരിലാണ് സ്ഥലം വാങ്ങിച്ചത്, വീടും വെച്ചത്. ഇനി അവന്റെ കാലമല്ലേ നമ്മുടെ കാലം. അതുകൊണ്ട് ഇനി ഒരു പുതിയ രജിസ്ട്രേഷൻ ഒന്നും വേണ്ടല്ലോ, അത് മാറ്റാൻ അവന്റെ പേരിൽ വെച്ചു. സാർ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു സ്പേസിൽ ഒരു വസ്തു കിട്ടി, അതിൽ വീട് വെച്ചു. ഇപ്പൊ എന്താണ് മനസ്സിൽ തോന്നുന്നത്? ഇപ്പൊ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. വീടിനെ സംബന്ധിച്ച് സാറ്റിസ്ഫാക്ഷൻ്റെ അപ്പുറത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും അപ്പുറമായിട്ട് ADS ടീം, ഒരാളിന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ആ ടീം മൊത്തം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് വേണം പറയാം. ഈ വീട് വന്ന് കണ്ടു പോയവരുടെ അഭിപ്രായം എന്തായിരുന്നു? ആർക്കും ഒരു നെഗറ്റീവ് അഭിപ്രായമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. താങ്ക് യു. അപ്പോൾ നമ്മുടെ മായാകൃഷ്ണയുടെ വിശേഷങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. അടുത്ത എപ്പിസോഡിൽ നല്ലൊരു പ്രീമിയം ലക്ഷറി വീടിന്റെ വിശേഷങ്ങളുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും.